ഇതാകെ പോയല്ലോ ബിൻസി. ഇതിപ്പോ പൊളിച്ചൊന്നേ തുടങ്ങേണ്ടി വരും എന്തായാലും. ഇതെല്ലാം മഴ കൊണ്ട് നിർമ്മിച്ച് ഇനിയിപ്പോ കത്തിക്കാടുക്ക. അതെ, ഇതെല്ലാം നിർമ്മിച്ചത് ഒരു 3-4 ഇതെങ്കിലും വേണ്ടി വരും കേട്ടോ. അല്ലേ രാകേഷ? അത് വേണ്ടി വരും. തെങ്ങിനിപ്പ എവിടെ പോവാനാണ്? അത് നല്ല മൂത്ത തെങ്ങ് വേണ്ടേ? അന്ന് ഇവിടെ ഉണ്ടായത് 3-4 വെട്ടിയത് ഉണ്ടാക്കിയത് തന്നെ. തെങ്ങ് നമുക്ക് അവിടെ നിന്ന് ഒപ്പിക്കാന്നിരിക്കാം, പക്ഷെ പണിക്കാർ കിട്ടാണ് പഠിപ്പ്. സന്തോഷോട് പറഞ്ഞു നോക്കാം, തിരക്കില്ലെങ്കിൽ വരുമായിരിക്കും. ഇതിപ്പോ പൊളിക്കണം, അതിന് സാധനങ്ങൾ അടുപ്പിച്ചിട്ട് പോരെ. തെങ്ങ് മാത്രം കെട്ടിയാ പോരെ, നല്ല കല്ലും മുളയും കിട്ടണം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാ, അപ്പൊ പൊളിച്ചാ മതി. എന്നാ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോലെ സുമേഷേ. ആയിക്കോട്ടെ. പണിയില്ലെങ്കിൽ തിന്നാനും ഇല്ല. അതന്നല്ല, ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മീൻകാരനെ നോക്കി ഇത്ര നേരം നിന്ന് അയാൾ വന്നൂല്ല. ഇനി കൊള്ളി പുഴുങ്ങി എന്തെങ്കിലും ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാന്ന് വെച്ചിട്ട് ഞാൻ നിൽക്കുന്നു. അതിനിപ്പോ മീൻ മേടിച്ച പോലെ ആര് മേടിക്കും? ഞങ്ങൾ മേടിച്ചിട്ടാന്ന് അല്ലേ? നിക്ക്, കാശെടുത്തരാ. പാലം പൊളിക്കാൻ വന്ന് തൂണും കഴിച്ച് പോവാനുള്ള പരിപാടിന് രണ്ടും. ചോറൊന്നും വെക്കില്ലട്ടാ, കൊള്ളി പുഴുങ്ങിട്ട് മീൻ കിട്ടണമെങ്കിൽ അത് കറി വെച്ച് തരാം. എവിടൊക്കെ പോയിട്ടുള്ള സാധനം കിട്ടിയത്? അതെ, വല്ലപ്പോഴും ഒരിക്കലും ഇവിടെ മീൻ കറി വിട്ട് കഴിക്കണത്. അപ്പൊ വലിയ മീനായിക്കോട്ടെ വെച്ച് അല്ലേ സുമേഷേ? അതന്നല്ല, ഇത് ബിൻസി വെച്ചുണ്ടാക്കുമ്പോഴേക്കേ ഞങ്ങൾ ആ മോളെ നോക്കിട്ട് വരാം. അവർക്ക് ഈ സാപ്പിൾ അവിടെ പോരുന്ന വഴിക്ക് നല്ല കല്ലമുള എടുക്കുന്നുണ്ട്. അതെന്തായാലും ചോദിച്ചാൽ കിട്ടാണ്ടിരിക്കില്ല. നീ ആ മീൻ കൊടുത്ത പാപ്പുവോ? ആ സഞ്ചി കിട്ടാൻ കേട്ടാ, രാജേട്ടൻ മേടിച്ചാണ്.
കയ്യൊക്കെ എപ്പോഴും കഴി